ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ കർമ്മ ക്ലിയറൻസ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്കിന്നിലെ റാഷസ്, ഇച്ചിങ് ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. DNA ഹീലിംഗ് ചെയ്യുക. പിന്നെന്താണ്, ഞാനിതിലൊരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വരുമ്പോൾ നമുക്ക് പേഴ്സണലായിട്ടുള്ള തിങ്സ് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. മറ്റുള്ളവർക്ക് ഹെൽപ്ഫുള്ളായിട്ട് ഇരിക്കാനും പറ്റും. പിന്നെ ഓരോരുത്തരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്താണ് എന്നൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പ് അല്ലാണ്ട് വേറെ ഒരു സെഷൻ ഞാൻ അറ്റൻഡ് ചെയ്തപ്പോൾ അതിലിങ്ങനെ ഓരോരുത്തരും അവരവരുടെ പാസ്റ്റ് കാര്യങ്ങൾ അവരിപ്പോൾ ഏതുവരെ എത്തി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓരോ വ്യക്തികളും അവരവരുടേതായ രീതിയിൽ കുറേ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ഞാൻ വിചാരിക്കും എൻ്റെ സ്ട്രഗിൾസാണ്, ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നു. ചില സമയത്ത് നമ്മൾ ആകെ ഡെസ്പായി പോവും. എനിക്ക് മാത്രം ഇങ്ങനെ, ദൈവം എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓരോന്ന് തരുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷേ ഇങ്ങനെ നമ്മൾ ഓരോരുത്തരെ പരിചയപ്പെടുമ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ അറിയുമ്പോഴാണ് മനസ്സിലാവുന്നത് ഒരുപക്ഷെ നമ്മളെക്കാളും കൂടുതൽ ഫേസ് ചെയ്തിട്ട് നിൽക്കുന്നവരാണ്, അല്ലെങ്കിൽ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അവരൊക്കെയെന്ന്. അപ്പോൾ അത് നല്ലതാണ്. കുറച്ചുകൂടി നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അവരൊക്കെ ഫേസ് ചെയ്ത് മുന്നിലേക്ക് വന്നിട്ടുള്ളവരാണ്. അതൊക്കെ നമുക്കൊരു പ്രചോദനം നൽകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റിയുടെ കാര്യം പറഞ്ഞത്. താല്പര്യമുള്ളവർ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത്, ഇപ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ എനിക്കിനി ഈ ഒരു ജേണി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളൊരു ചിന്ത കാര്യമായിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ കരുതുന്നത് ഈശ്വരനായിട്ട് തന്നിട്ടുള്ളൊരു ജേണി ഇത് എന്നാലാകും വിധം എൻ്റെ 100% കൊടുത്തുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകണം. അതിൽ എനിക്കെൻ്റെ DMൻ്റെ ഭാഗത്തുനിന്നൊരു ഹോപ്പും കാണുന്നില്ല. എന്നിരുന്നാൽ കൂടിയും എല്ലാം ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് അഡ്വൈസ് ചെയ്യാനായിട്ട് അതേ ഉള്ളൂ. ഞാൻ എൻ്റെ പ്രാർത്ഥനകളിൽ പറയുന്നത് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും ഞാൻ ഈശ്വരനിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഭഗവാനെ, അങ്ങ് തന്നെ എന്നെ വഴി നടത്തണമേ. എന്താണോ ശരിയായിട്ടുള്ളത് അതിലേക്ക് അങ്ങ് തന്നെ എന്നെ വഴി നടത്തണമേ. എൻ്റെ ഫുൾ ഹോപ്പ്, പ്രതീക്ഷകളും എല്ലാം ഞാൻ ഈശ്വരനിൽ സമർപ്പിച്ചിരിക്കുകയാണ്, എന്നെ തന്നെ. അപ്പോൾ വിഷമം ഉണ്ട്, അതിടയ്ക്ക് വന്നിങ്ങനെ ഹോണ്ട് ചെയ്തിട്ട് പോവും. എന്നാലും എനിക്ക് ഈശ്വരനിലൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് എൻ്റെ ആഗ്രഹം. എന്നെ കൃത്യമായി വഴി നടത്തണേ. എൻ്റെ എന്നും എല്ലാ നിമിഷവും ഞാനിങ്ങനെ ഈശ്വരനോട് പ്രാർത്ഥിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ലൈഫ് ടൈമിൽ നമുക്ക് കുറേയധികം കർമാസ് ക്ലിയർ ചെയ്യാനുണ്ട്. മുന്നോട്ടേക്ക് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ ഇനിയും മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോകണം. ഞാനങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സ്റ്റക്ക് സിറ്റുവേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റക്കായി നിൽക്കരുത്. അതുവരെ നമ്മൾ ചെയ്ത ഇന്നർ വർക്കും കാര്യങ്ങളൊന്നും വെറുതെ പാഴാക്കി കളയരുത്. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. എന്തായാലും ഈ ലൈഫ് ടൈമിൽ നമുക്ക് ക്ലിയർ ചെയ്യേണ്ട ബാഗേജസ് എല്ലാം ക്ലിയർ ചെയ്ത്, ട്രോമാസൊക്കെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഗുണം നമുക്കുണ്ടാവും. ഓക്കെ, അപ്പോൾ അത് ക്ലിയറായിട്ട് ചെയ്യുക. അതിലൊരു അലംഭാവവും വിചാരിക്കരുത്. ഏതെങ്കിലും രീതിയിലുള്ള മെൻ്റൽ ബ്ലോക്കോ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു മെൻ്റൽ സ്ട്രഗിൾ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്കൊന്ന് ഒരു മെസ്സേജോ വോയിസ് മെസ്സേജോ എന്തെങ്കിലും ഇട്ടിരുന്നാൽ മതി. ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. എന്നാലാവുന്ന സഹായം ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒറ്റപ്പെട്ടു പോയി അങ്ങനൊരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അങ്ങനെ ഒരു തോന്നലിൽ നിങ്ങൾ
വേണ്ടാത്ത കാര്യങ്ങളിലേക്കൊന്നും ചെന്ന് പെടരുത്. ആരും ഒറ്റയ്ക്കല്ല. ഇപ്പോൾ ഇൻഡിവിജ്വലായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാനും ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. എന്നിരുന്നാലും ഈശ്വരനെ മുൻനിർത്തിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരേ ജേണിയിലുള്ളവർ ഒരുമിച്ച് നിൽക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുന്നതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ ചിലർക്ക് പെട്ടെന്ന് ആ മെൻ്റൽ സ്ട്രഗിൾ താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ അവർക്ക് ജസ്റ്റ് ഒന്ന് വിളിക്കാനോ സംസാരിക്കാനോ പെട്ടെന്ന് ആ ഒരു സിറ്റുവേഷനിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടോ ഒക്കെ അപ്രോച്ച് ചെയ്യാൻ ഒരാൾ ഉണ്ട് എന്നെങ്കിലും ഒരു ധൈര്യം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ വിളിക്കാം, അല്ലെങ്കിൽ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് ഇടാം. കൃത്യമായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരിക്കലും ഫോഴ്സ് ചെയ്യുന്നതല്ല. പിന്നെ പറയാനുള്ളത്, ഇത് വളരെ പവിത്രമായിട്ടുള്ള ഒരു ജേണിയാണ്. അപ്പോൾ ഇതിൽ കുറച്ചധികം മിസ്ഗൈഡൻസ് ചില ഭാഗത്തു നിന്നൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ചെന്ന് പെടരുത്. വളരെ നമ്മുടെ തോട്ട്സ്, നമ്മുടെ പ്രവൃത്തികൾ എല്ലാം വളരെ ക്ലീനാക്കി എപ്പോഴും സൂക്ഷിക്കേണ്ടുന്ന ഒരു ജേണിയാണ്. അതിൽ മിസ്ഗൈഡ് ചെയ്യുന്ന പല ഇൻഫർമേഷൻസും ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് ഒരു ഷുഗർ കോട്ട് ചെയ്ത ഒരു സ്പിരിച്വൽ ജേണിയാണ്. ഭയങ്കര ഇതൊരു തരത്തിൽ നമ്മളെ എന്താ പറയുക, ഒരു ട്രോമ മാത്രം നൽകിക്കൊണ്ടിരിക്കുന്ന, വെറുതെ ഒരു സ്പിരിച്വൽ ജേണി എന്ന് അവകാശപ്പെടുന്ന ഒന്നാണ് എന്നൊക്കെ കണ്ടു. ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ അത്രയ്ക്കും എക്സ്പീരിയൻസ് ചെയ്ത് ഫീൽ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മുന്നേ ഞാൻ കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ചൊന്നും വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് എൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് കഴിഞ്ഞ ജന്മങ്ങളുണ്ടെന്നും ഇങ്ങനെ ഒരു ജേണി ഉണ്ടെന്നും ഞാൻ ജേണിയിലെ ഒരു പാർട്ടാണെന്നും എനിക്ക് കുറേ കർമാസ് ക്ലെൻസ് ചെയ്യാനുണ്ടെന്നും ഈ ജേണിയിൽ ഇനിയും നമുക്ക് അറിഞ്ഞുകൂടാത്ത പല കാര്യങ്ങളുമുണ്ട്. നമ്മൾ പോകെ നമ്മുടെ യാത്രയുടെ അവസാനം വരെയും നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന പ്രോസസ്സുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പല അഭ്യൂഹങ്ങളും ഞാൻ പലയിടത്തും കണ്ടു. ഒരിക്കലും അതൊന്നും ശരിയല്ല. നിങ്ങൾ അതിലൊന്നും, ഇപ്പോൾ തുടക്കക്കാർക്ക് ചിലപ്പോൾ അത് കാണുമ്പോൾ അങ്ങനെയാണോ എന്നൊക്കെ തോന്നും. പിന്നെ ചില ചാനൽസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതിനേക്കാളും വലിയ മിസ്ഗൈഡിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസാണ്. അതായത് ഈ ഒരു ജേണിയിൽ നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ശുദ്ധമായിട്ടിരിക്കണം. പക്ഷേ അതിലങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് വരണം എന്നൊക്കെയാണ്. അതായത് DM-ഉം DF-ഉം തമ്മിൽ ഫിസിക്കൽ ഇൻറ്റിമസിയിലേക്ക് വന്നാൽ മാത്രമേ അവേക്കനാക്കാൻ പറ്റൂ ഡിവൈൻ മസ്കുലൈനെ എന്നൊക്കെയാണ് അതിൽ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയല്ല. നമ്മൾ ചെയ്യുന്ന ഇന്നർ വർക്കും കാര്യങ്ങളും അവരിൽ മാറ്റങ്ങളുണ്ടാക്കും. ആദ്യം അവർ നമുക്ക് ട്രിഗർ തരും. ട്രിഗർ തന്നുകൊണ്ട് അവർ സെപ്പറേഷൻ ഫേസിലേക്ക് പോകും. നമ്മൾ ആ ട്രിഗേഴ്സിനെ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അതിനെ ഓരോന്നിനെയും ക്ലിയർ ചെയ്യും. നമ്മളിവിടെ ഓരോന്നും ക്ലിയർ ചെയ്യുന്നതിനനുസരിച്ച് അവരുടെ ജീവിതത്തിലും മാറ്റങ്ങളുണ്ടാകും. അവർ ഡിവൈനായിട്ട് അവരെ അവേക്കൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു ഫിസിക്കൽ ഇൻറ്റിമസി കൊണ്ടുവന്നതുകൊണ്ട് DM അവേക്കനാകും എന്നൊക്കെയുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാനും കണ്ടു. അത് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യുന്നില്ല. അങ്ങനെയല്ല. നമ്മൾ വളരെ പവിത്രമായൊരു ജേണിയാണ്. ആ രീതിയിൽ തന്നെ ഞാൻ വീണ്ടും പറയുന്നു, ബോഡിയും മൈൻഡും സോളും എപ്പോഴും പ്യുവറാക്കി വയ്ക്കുക. നമ്മുടെ ചിന്തകൾ പോലും പ്യുവറായിരിക്കണം. ഒരിക്കലും ആരെയും ദ്രോഹിക്കുന്ന തരത്തിലുള്ള ചിന്തയോ പ്രവൃത്തികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകരുത്. ഒരു കർമ്മ ബാഗേജസും എടുത്ത് വെക്കരുത്. ഉള്ള കർമാസ് എല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പിന്നെ ഇതൊരു അത്രയും പവിത്രമായിട്ടൊരു ജേണിയാണ്. അത്രയും പവിത്രമായിട്ടൊരു ഒരു റിലേഷനാണ്. നമ്മൾ സാധാരണ ഒരു റിലേഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ആ റിലേഷനിൽ സ്നേഹം അല്ലെങ്കിൽ അക്സെപ്റ്റൻസ് ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. ഇത് പക്ഷേ അങ്ങനെയല്ല. അതിനേക്കാൾ ഉപരിയായി
നമ്മൾ ഈ ജന്മങ്ങളിൽ ഇവിടെ ജീവിച്ചു തീർത്ത സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കർമ്മബന്ധങ്ങൾ അതെല്ലാം നമ്മുടെ ചുറ്റിലും ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ക്ലിയർ ഔട്ട് ചെയ്ത്, നമുക്കറിയില്ലാത്ത കാര്യങ്ങളുണ്ടാവും, അതെല്ലാം ക്ലിയർ ഔട്ട് ചെയ്ത് മുന്നോട്ടേക്ക് വന്ന് നമ്മളെ സോളിനെ അത്രയും പ്യുവറാക്കി നമുക്ക് ഇവിടെ നിന്ന് മോക്ഷം നേടി പോകേണ്ടവരാണ്. അതുകൊണ്ട് ഗൈഡൻസ് എടുക്കുമ്പോൾ അത്രയും ക്ലിയർ കട്ടായിട്ടുള്ള ഗൈഡൻസ് എടുക്കുക. നിങ്ങൾ എവിടെ നിന്ന് ഗൈഡൻസ് സ്വീകരിച്ചാലും നമ്മളൊരു ആത്മപരിശോധന നടത്തുക. നമ്മുടെ ആത്മാവിനോട് തന്നെ ചോദിക്കുക, ശരിയാണോ? എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ അത് ശരിയാണോ എന്നൊന്ന് ചോദിക്കുക. നമുക്ക് 1% ശരിയല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, അതൊരു പക്ഷേ ശരിയാണെങ്കിൽ കൂടി എന്തായാലും ഒരു നെഗറ്റിവിറ്റി നമ്മളെടുത്ത് ചെയ്ത് വെക്കുന്നേക്കാളും നല്ലതല്ലേ ചെയ്യാതിരിക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒന്ന് ആലോചിച്ച് നമ്മുടെ ഇൻഡ്യൂഷൻ പരമായിട്ടൊക്കെ ചിന്തിച്ച് ഒന്നുകൂടെയൊക്കെ ഒന്ന് റെഫർ ചെയ്ത ശേഷം മാത്രം എന്തെങ്കിലും ഗൈഡൻസ് ഇതുപോലെയുള്ള നമുക്ക് ഡൗട്ട് തോന്നുന്ന കാര്യം മിക്കതും ചെയ്യാതിരിക്കുക, പൊതുവെ ഒഴിവാക്കുക. നമുക്കത്രയും റെസണേറ്റഡ് ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ നമുക്കത്രയും കറക്റ്റാണെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം ഗൈഡൻസ് ആയിട്ട് സ്വീകരിച്ച് മുന്നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ DF ഇവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിഗർ തന്ന് മാറി നിൽക്കുന്ന DM അതുപോലെ അവരും അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. നമുക്കത് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നമ്മളാണെങ്കിലും ഇങ്ങനെ തന്നെ ആയിരിക്കും പെരുമാറുന്നത്. അപ്പോൾ അവർക്ക് നമ്മുടെ എപ്പോഴെങ്കിലും അവർ ഓർക്കുന്ന സമയത്ത് എന്തായാലും എന്നോടിങ്ങനെ ചെയ്തല്ലോ എന്ന് ചിന്തിക്കാതെ അങ്ങനെ വരും, അയ്യോ എന്നോടിങ്ങനെ ചെയ്തല്ലോ എന്നൊക്കെ ഒരു ചിന്ത വരുന്ന സമയത്ത് കൂടുതൽ അവർക്ക് ബ്ലെസ്സിങ്സ് കൊടുക്കുക. ഐ ബ്ലെസ് യു എന്ന് അവരെ മനസ്സിലിങ്ങനെ നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ തന്നെ ആ നെഗറ്റീവ് ചിന്തകളെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഡിലീറ്റ് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുക്കുക. ഐ ബ്ലെസ് യു എന്ന് കൊടുക്കുക. ആ ഒരു ബ്ലെസ്സിങ്സ് അവർക്ക് എപ്പോഴും എന്തായാലും ഉണ്ടാവും. അവർക്ക് ആ സർക്കംസ്റ്റാൻസസ് നേരിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു ബ്ലെസ്സിങ് ആയിട്ടത് നിൽക്കും. ഓക്കെ, ഇതുപോലെ ആരെക്കുറിച്ച് ഇപ്പോൾ നമ്മുടെ കൗണ്ടർ പാർട്ട് അല്ലാതെ ആരെക്കുറിച്ചാണെങ്കിലും എന്ത് നെഗറ്റീവ് ചിന്തകൾ വന്നാലും അത് അപ്പോൾ തന്നെ അത് ഡിലീറ്റാക്കി അതിൻ്റെ സ്ഥാനത്ത് പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ കൊടുക്കുക, അല്ലെങ്കിൽ ആ വ്യക്തിയെ ബ്ലെസ് ചെയ്യുക. ഓക്കെ, പിന്നെ നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അധികം പോകാതിരിക്കുക. അതിങ്ങനെ മൈൻഡിൽ കിടന്നിങ്ങനെ ചിന്തിച്ച് ആ നെഗറ്റിവിറ്റി ഇങ്ങനെ നമ്മുടെ ഉള്ളിലിങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള വാർത്തകൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള സംസാരങ്ങൾ ഒന്നിലും ചെന്ന് പെടാതിരിക്കുക. നമ്മുടെ ഫുഡ്, ചിന്തകൾ, പ്രവൃത്തികൾ, കാണുന്നത്, കേൾക്കുന്നത് എല്ലാം പോസിറ്റീവാക്കി വയ്ക്കുക. എപ്പോഴും എന്താ പറയുക, ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ ഇരിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന വർക്കുകൾക്ക്, ഇന്നർ വർക്കിന് അതിൻ്റേതായ ഒരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, എല്ലാവരും കൃത്യമായിട്ട് ഇന്നർ വർക്കൊക്കെ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. പിന്നെ നന്നായിട്ട് ഹെൽത്ത് ശ്രദ്ധിക്കണം, വെള്ളമൊക്കെ നന്നായിട്ട് കുടിക്കണം. ഓക്കെ, താങ്ക് യു. പിന്നെ പേഴ്സണൽ ഗൈഡൻസോ കൗൺസിലിങ്ങോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നമ്പർ കൊടുത്തേക്കാം, നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.